ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് അഖിലയെ ഒരുക്കിയിട്ട് എല്ലാവരുമായിട്ട് വരുവാണ് കേട്ടോ. അമ്പലത്തിലാണ് വരുന്നത്. അമ്പലത്തിൽ വെച്ചിട്ടാണ് താലി കെട്ട്. അപ്പോൾ അവിടെ വന്ന തൊഴുവാണ്. അപ്പോൾ രാജേന്ദ്രൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിട്ട് ഇതുമായിട്ടും അവരെ കാണാത്തുണ്ട്. കാരണം മേക്കപ്പ് ഇടാൻ സമ്മതിക്കാത്ത കാരണം അവർ അഖിലയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വല്ല വിധേനയും അവിടെ കൊണ്ടുവരിക കേട്ടോ. അവിടെ വരുമ്പോഴത്തേക്കാണ് രാജേന്ദ്രന് സമാധാനം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇത്ര ലേറ്റായിരുന്നു? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് അഖില കല്യാണ പെണ്ണല്ലേ, അവളെ നന്നായിട്ട് ഒരുക്കണ്ടേടാ, അതുകൊണ്ടാണ് താമസിച്ചതെന്ന് പറയുക കേട്ടോ. എന്തായാലും മീനു, എന്തായാലും ഇത്രയും സമയമായില്ലേ, ഈ അർജുൻ ഇത് ഇവിടെ പോയിരിക്കുക, ഒരു അനിയത്തിയുടെ കല്യാണമല്ലേ, എല്ലാവരുമായിട്ട് നിന്ന് നല്ല രീതിയിൽ നടത്തേണ്ടതാണ്. എന്നിട്ടും അവൻ ഇന്നലെ വന്നിട്ടില്ല. വെളുപ്പിനെ വരാമെന്ന് പറഞ്ഞിട്ട് വെളുപ്പിനെ വന്നിട്ടില്ല. 7 മണിക്ക് ശേഷം ഞാൻ നോക്കി, മുഹൂർത്തം ആവാറായി, ഇതുവരെ അവ എത്തിയിട്ടില്ല. അവൻ എവിടെ പോയതാ മീനു? നീ ഒന്ന് അവനെ വിളിക്ക്. എന്താ ഇത്, ഇങ്ങനെയാണോ ഒരു കല്യാണത്തിന് കൂടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അച്ഛനും കൂടെ മീനുവിനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനു ആണെങ്കിൽ ആകെ ടെൻഷനില്ല, ഇങ്ങനെ നിൽക്കാൻ. ഈ അർജുൻ എവിടെ പോയി, എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ. അർജുനാണെങ്കിൽ നേരെ പ്രവീണിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നേരെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, ലെഫ്റ്റിലിരിക്കുന്ന സൈഡിലുള്ള അവിടെ നിന്നാണ്, ലെഫ്റ്റ് സൈഡിൽ നീ നിൽക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സൗണ്ട് വരുന്നതെന്ന്. അപ്പോഴത്തേക്കും ഉടനെ അർജുൻ നോക്കുമ്പോൾ ഇടതുവശത്ത് നേരെ ചെന്നിരിക്കുന്ന അമലിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് അമലിൻ്റെ വീടാണല്ലോ, ഇതിനകത്ത് നിന്നാണോ? എന്തായാലും അകത്തേക്ക് കയറാം, നീ ഫോൺ കട്ട് ചെയ്യും, ഞാനൊന്ന് അവിടെ കയറി അന്വേഷിക്കട്ടെ എന്നും പറയണം കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ഫ്രണ്ട് ഡോർ ഗ്രില്ലാണ്, ഗ്രില്ല് ഫ്രണ്ടിൽ നിന്ന് പൂട്ടിയിട്ടേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും അകത്തേക്ക് കയറാം എന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ പൂട്ടിയിട്ടിരിക്കുമല്ലേ. അവിടെ കിടന്ന ഒരു കല്ലെടുത്തിട്ട് ആ പൂട്ടിനെ പൊട്ടിച്ച് അകത്ത് കയറുകയാണ് നമ്മുടെ അർജുൻ. ഈ അകത്ത് കയറുന്ന ആ സമയത്ത് തന്നെ ഇവിടെ കാഞ്ചനയും പ്രഭയും ഒന്നും കല്യാണത്തിന് റെഡിയാവാത്ത കാരണം മുത്തശ്ശനും ഗൗതമും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇവർ ഇതുവരെ ഇറങ്ങിയില്ലേ, മുഹൂർത്ത സമയമായി, നമുക്ക് നേരത്തെ പോകണ്ടേ, പിന്നെ എന്തായാലും നമ്മൾ ബന്ധുക്കളല്ലേ, സമയത്തിനാണോ എത്തേണ്ടത്, കുറച്ച് നേരത്തെ എത്തേണ്ടതല്ലേ, അവരിങ്ങോട്ട് വിളിക്കുന്നു പറയുമ്പോഴത്തേക്കും പ്രഭയും കാഞ്ചനയും കൂടെ തലവഴിയും സാരിയൊക്കെ മൂടിയിട്ട് കിടുകിടാ വരച്ചിട്ട് വരും കേട്ടോ. അയ്യോ ഞങ്ങൾക്ക് പനിയാ, ഭയങ്കരമായിട്ട് വൈറൽ ഫീവറാന്നൊക്കെ പറയണം. പക്ഷേ ഇവർക്കറിയാലോ കള്ളമാണോ, വരാൻ മടിച്ചിട്ടാണെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, വൈറൽ ഫീവറാണ്, രണ്ടുപേർക്ക് ഒരുമിച്ച് വന്നു, രണ്ടുപേരുടെ സ്വഭാവം ഒന്നല്ലേ, അതുകൊണ്ട് അങ്ങനെ വന്നത് എന്നൊക്കെ പറയട്ടെ. അയ്യോ ഞങ്ങൾ ഇനി പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പനി കൂടിയാലോ എന്നൊക്കെ പറയാം. അപ്പോൾ ഗൗതം പറഞ്ഞു, അതിന് നിങ്ങൾക്ക് അസുഖം ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കൂടുന്നത് എന്നിങ്ങനെ ഗൗതം ചോദിക്കുക. എന്തായാലും അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കള്ളത്തരമാണെന്ന്. അവസാനം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവർക്ക് വേണമെങ്കിൽ വന്നാൽ മതി, നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞവർ പോവാട്ടോ. ഇവിടെ കാഞ്ചനി പ്രവീൺ കൂടെ സമാധാനമായി, രക്ഷപ്പെട്ടു, ഇനി പോകണ്ടല്ലോ കല്യാണത്തിന് എന്നും പറഞ്ഞാൽ അവർ കയറി പോവാട്ടോ. അപ്പോഴാണ് ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാവരും വന്നിറങ്ങിയിട്ടുണ്ട് കല്യാണ മണ്ഡപത്തിൽ. എല്ലാവരും കൂടെ പോയി ആദരിക്കുകയാണ്. അപ്പോൾ വന്നിറങ്ങുമ്പോൾ തന്നെ മീനു എല്ലാവരും നിൽക്കുക കേട്ടോ. അപ്പോൾ മീനുവിൻ്റെ അടുത്ത് അമലിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മീനു വല്ലാണ്ടിരിക്കുന്നത്? അണ്ണം വന്ന് കാണില്ലായിരിക്കും അല്ലേ എന്നിങ്ങനെ അമൽ പറയാണ്. അർജുനെയാണ് പറയുന്നത്, എന്താ അണ്ണം വരാത്തത്? നമ്മുടെ കല്യാണത്തിന് ഫ്രണ്ടിൽ നിന്ന് നടത്തേണ്ട ആളല്ലേ, ഇവിടുത്തെ മൂത്ത മരുമകനല്ലേ, എന്താ വരാത്തത്? നിങ്ങൾ തമ്മിൽ പിണക്കമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ മീനുവിനോട് പറഞ്ഞ് വല്ലാണ്ട് ആക്ഷേപിക്കുകയാണ് അമൽ. അപ്പോൾ ഇല്ല, വേറൊരു ആവശ്യമുണ്ട്, ഇപ്പം എത്തും എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്ത് അമലിനെ സ്വീകരിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകട്ടോ. അങ്ങനെ എല്ലാവരും കല്യാണ മണ്ഡപത്തിൽ കെട്ടിന് റെഡിയായിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ അർജുൻ അകത്ത് കയറി ഫുള്ള് പരിശോധിക്കുകയാണ്. ഫോൺ കാണുന്നില്ല. കയ്യിലിരിക്കുന്ന ഫോൺ എടുത്ത് വെച്ചിട്ട് ആ നമ്പറിലേക്ക് വിളിച്ച് നോക്കുമ്പോഴത്തേക്ക് റിങ് കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ അമലിൻ്റെ റൂമിലെ കട്ടിലിൻ്റെ അടിയിലേക്കാണ് ഇത് കിടക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് അത് സെർച്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കിനും അർജുൻ വിചാരിക്കുന്നുണ്ട്, ഇത് ചിലപ്പോൾ തലേദിവസം രാത്രി പാർട്ടിയൊക്കെ നടന്നില്ലേ, അപ്പോൾ ആരെങ്കിലും ആയിരിക്കും, അവന്മാരിൽ ആരെങ്കിലും ആയിരിക്കും ഇത് ഉപേക്ഷിച്ചിട്ട് പോയതെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കും. ഇതിലെങ്ങനെ ഇനി തുറക്കാൻ പറ്റും, ഇത് ആരുടെയെന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റൂമിൻ്റെ ആ ഒരു ഷെൽഫിൻ്റെ സൈഡിൽ നിന്നും ഒരു ബാഗും അന്ന് അമൽ ഉപയോഗിച്ചിരുന്ന ആ മുഖംമൂടി ഉണ്ടല്ലോ, ആ മുഖംമൂടി അവിടെ ഇരിക്കുന്ന കാണാണ് കേട്ടോ. അങ്ങനെ അത് കാണുമ്പോൾ ഓടിച്ചെന്ന് അത് എടുക്കുമ്പോൾ അമലിന് ആ പഴയ ഓർമ്മ വരികയാണ്, മുഖംമൂടി വെച്ചിട്ടാണല്ലോ അന്ന് അവിടെ സംഭവിച്ചത്. അപ്പോൾ തന്നെ അർജുന് മനസ്സിലാവുന്നുണ്ട്, ഇത് അമൽ തന്നെയാണ്, ഉറപ്പായിട്ട് അമൽ തന്നെയാണ് അഖിലയെ ബ്ലാക്ക്മെയിൽ ചെയ്തും ഇവിടം വരെ കൊണ്ടെത്തിച്ചതും. അങ്ങനെ അവന് വെറുതെ വിടാൻ പറ്റില്ലല്ലോ, എത്രയും വേഗം കല്യാണം മുടക്കണം എന്നും പറഞ്ഞ് നേരെ മണ്ഡപത്തിലേക്ക് പോവുക. അപ്പോൾ പിന്നെ ബാഗിനകത്താണല്ലോ സംഭവങ്ങളെല്ലാം, ആരെങ്കിലും ഒന്ന് അറിയിക്കണമല്ലോ മുഹൂർത്ത സമയത്ത് ഇവിടെ എത്തുന്നതിന് മുന്നേ കെട്ട് നടന്നു പോയാലോ. അങ്ങനെ വേറെ വഴി പോയ ഒരാളിൻ്റെ നിന്ന് ഫോൺ മേടിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതേപോലെ ഫോണിൽ ചാർജ് തീർന്നു പോയി, ഒന്ന് തരാമോ, എനിക്കൊന്ന് ഫോൺ വിളിക്കണമെന്ന് വെച്ചാൽ. അപ്പോൾ ഒരാൾ സഹായിക്കുന്നുണ്ട്, വിളിച്ചോളാൻ പറയാം കേട്ടോ. അതിൽ വിളിച്ചിട്ട് എല്ലാവരും മീനുവിനെയൊക്കെ മാറി മാറി വിളിക്കുന്നുണ്ട്, ആരും ഫോൺ എടുക്കുന്നില്ല. അവസാനം പ്രഭാകരേട്ടനെ വിളിക്കാമെന്ന് പറയാം, വീട്ടിൽ കാർ ഓടിക്കുന്ന ഡ്രൈവറിനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് വിളിക്കുക. അപ്പോൾ പരിചയമില്ലാത്ത നമ്പറല്ലേ, അത് കാരണം അയാൾ ഫോൺ എടുക്കുന്നില്ല. ഇവരെല്ലാവരും കാറിൽ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ
ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ഇത്ര നേരമായിട്ട് വിളിക്കുന്ന പ്രഭാകരേട്ടാ നിങ്ങൾ ആ ഫോൺ എടുക്കുക, അത് പരിചയമില്ലാത്ത നമ്പറാണെന്നും ഞാൻ എടുക്കത്തില്ല, അതുകൊണ്ട് വേണ്ട, ആരാന്നറിയില്ല എന്ന് പറയാൻ കേട്ടോ. ഇവിടെയാണെങ്കിൽ നമ്മുടെ അർജുൻ ടെൻഷൻ അടിച്ച് അർജുന് എല്ലാ തെളിവുകളും കൈ കിട്ടിയിട്ടുണ്ടല്ലോ, ഇനി അവിടെ ചെന്ന് എത്തിയാൽ മാത്രം മതി, ആ ഒരു ടെൻഷനിലിരിക്കാൻ ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നുള്ള അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്